എനിക്ക് ഓരോരുത്തർ ചോദിക്കുമ്പോ നിങ്ങൾക്ക് ലക്ഷങ്ങൾ വന്നു കാണുമല്ലേ, കോടികൾ വന്നു കാണും. ഇത്രയും ആർട്ടിസ്റ്റുകള്, അതായത് ഈ സുബി എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൂടെ ചെയ്തിട്ടുണ്ട്, ഈ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഏതാണ്ട് ലക്ഷങ്ങൾ നമുക്ക് തന്നെന്നാണ് അവര് ചിന്തിച്ചത്. അവരെന്താ വഴിയിലിരുന്നോട്ടെ. ഞാൻ സുബി ചേച്ചിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പം പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ടുള്ളത്. ഒന്ന്, അച്ഛനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നതായിട്ട്. പിന്നെ ഞാൻ കണ്ടത് കലാഭവൻ ചേട്ടനെ പറ്റി സംസാരിക്കുമ്പോഴാണ്. മണിച്ചേട്ടനെ അത്രത്തോളം ഇഷ്ടമായിരുന്നു. സുബി ചേച്ചിയുടെ കല്യാണത്തിന് ശ്രീധരം, അതായത് 10 പവൻ സ്വർണ്ണം എന്തോ മണിച്ചേട്ടൻ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ സുബി ചേച്ചിക്ക് മുന്നേ ആള് പോയി എന്നുള്ളൊരു വിഷം പുള്ളിക്ക് ഉണ്ടായിരുന്നു. അതങ്ങനെയല്ലെന്ന് വെച്ചാൽ സുബി മണിയായിട്ട് ചേരൂലായിരുന്നു. ഇവര് രണ്ടുപേരും കൂടെ ചേരൂലാത്തൊരു സ്വഭാവമാണ്. അപ്പൊ ഇങ്ങനെ മണി എന്ന് വെച്ചാൽ ഒരു കൊച്ചു പിള്ളേരുടെ ക്യാരക്ടറാണ്. അമേരിക്കയിലൊക്കെ ചെന്നാൽ മണി ഒറ്റയ്ക്ക് കിടക്കൂല. മണിക്കൊരു റൂം എന്താണെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. മണി ധർമ്മജന്റെയും മറ്റേ ഷാജോന്റെ ഒക്കെ കൂടെ കിടക്കൂ. അപ്പൊ ഈ സുബി ആണെങ്കിൽ ഇവരെ അവിടെ ചെല്ലുക, ചായ ഇട്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ സുബി മണിയായിട്ട് പണ്ടേ ചേരൂല, ഒരു ചേർന്ന സ്വഭാവം ആയിരുന്നില്ല. അത് കഴിഞ്ഞ് ഇവള് അന്നത്തെ പ്രോഗ്രാമിന് 7 എൻട്രിയാണ് അവൾക്ക്. അത് കൂടാതെ ഒരു കണ്ടംപററി ഡാൻസ്, അതായത് ഈ വായുവിലൊക്കെ കിടന്നാണ് ഡാൻസ് കളിക്കുന്നത്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് ശ്രീറാം എന്ന് പറഞ്ഞൊരു കൊറിയോഗ്രാഫറാണ് വന്നിട്ട് ചെയ്യണേ. അപ്പോൾ അയാൾ ഇത് ചെയ്യുമ്പോൾ നാദൃശ്യൻ, ദിലീപ്, സലീം കുമാർ, ഷാജോൺ, ഇല്ലാത്ത ആൾക്കാരില്ല, കാവ്യ മാധവൻ, ഭാവന, എല്ലാവരും ഉണ്ട്. അപ്പം അവർ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇങ്ങനെ എന്തെങ്കിലും കാലിന് പറ്റിയാൽ പിന്നെ ബാക്കിയുള്ള ഇവരുടെ സ്കിറ്റ് ഒന്നും നടക്കൂലേ. അപ്പം എടി നീ ഇത് ചെയ്യണ്ട, എൻ്റെ ചേട്ടാ ഞാൻ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ, ഞാനൊന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ ഇവര് നിന്ന് പ്രാർത്ഥിക്കും എന്ന് പറയണേ. ദിലീപും റോപ്പിലല്ല, വെറുതെ ഇങ്ങനെ കറങ്ങിയൊക്കെ. അല്ല, റോപ്പിൽ കെട്ടിയിട്ടല്ല, ഞാനിത് കംപ്ലീറ്റ് നേരിട്ട് കണ്ടതല്ലേ. അന്നൊരു ഞാൻ ഇത് എന്റെ റിഹേഴ്സൽ കംപ്ലീറ്റ് താജിൽ കണ്ടതാ. അപ്പൊ ഞാൻ കയറ്റി വിട്ടിട്ടല്ലേ പോകുന്നത്, റിഹേഴ്സലിന് കംപ്ലീറ്റ് ഞാനുണ്ടായി. അപ്പൊ പുള്ളിക്കാരത്തി അത്രയും, അതായത് ഇത്ര 8 എൻട്രി എന്ന് പറഞ്ഞാൽ തന്നെ ഡ്രസ്സ് മാറാൻ എത്ര സമയം, 2.5 മണിക്കൂർ പ്രോഗ്രാമിന്. അപ്പൊ ഇവളുടെ ഡെഡിക്കേഷൻ കണ്ടിട്ട് അത് സ്റ്റേജിൽ കയറിയാൽ അത് ഞാൻ പറയാതെ പറ്റില്ല. അതെൻ്റെ മകളായിട്ട് പറയല്ല, സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭ്രാന്താണ്. സ്റ്റേജിൽ കയറി അത്ര ഡെഡിക്കേഷനായിരുന്നു. അപ്പം ഇത്രയും ചെയ്യണ കണ്ടിട്ട് കലാഭവൻ പറയാം, ഇവിടെ ഞാൻ ഇത്രയും കാലം മനസ്സിലാക്കിയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞതാണ്. എന്നോടാണ് വിളിച്ചു പറഞ്ഞത്, എൻ്റെ അമ്മയുടെ നമ്പർ തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു, ഇവളുടെ കല്യാണം വേഗം നടത്തണം, കല്യാണത്തിന് 10 പവൻ ഞാൻ കൊടുക്കും. ഞാൻ പറയാം അതെന്തിനാ, ഇവിടെ അത്ര ഡെഡിക്കേഷനാണ്, ഇവളുടെ പ്രോഗ്രാം അങ്ങനെയാണ്. ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ കള്ളു കുടിച്ചിട്ട് പറഞ്ഞൊന്നും അല്ല, ഇത് ഞാൻ സുബിക്ക് കൊടുത്തിരിക്കും. അങ്ങനെ പറഞ്ഞു. അത് മതി നമുക്ക് അങ്ങനെ. അതെ, സംസാരത്തിൽ മതി, പ്രവൃത്തിയിൽ. ഒരു തമാശ ആയിട്ടാണെന്ന് തോന്നുന്നു സുബി ചേച്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്റെ പ്രേമങ്ങളൊക്കെ പൊളിക്കുന്ന എന്റെ അമ്മയാണെന്ന്. അതിന്റെ ഒരു കാരണം എന്താണ്? അത് പ്രേമങ്ങൾ എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ നല്ല പ്രേമമൊക്കെ ഉണ്ടായിട്ടില്ല. അത് ഇവരോട് ചോദിച്ചറിയാം. ഈ നമുക്ക് ചേരാത്ത എന്തെങ്കിലും ബന്ധങ്ങൾ, നമ്മൾ ആയിട്ട് യോജിച്ചു പോവാത്ത എന്തെങ്കിലും ബന്ധങ്ങൾ, ജാതിയൊന്നുമല്ല കേട്ടോ പറയണേ. ഞാൻ ജാതി മതവിശ്വാസിയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ മോള് എന്റെ ക്രിസ്ത്യന ഞങ്ങള്. അമ്മയുടേതും ഇന്റർകാസ്റ്റ് മാരേജ് അല്ലായിരുന്നോ? ആദ്യത്തേത് ഇന്റർകാസ്റ്റ് എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ജാതിയൊന്നും മാറില്ല, ഞാൻ മാറൂല. അത് വേറെ കാര്യം. എനിക്ക് എന്റേതായ കുറെ തോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതായത് ഞാൻ പാർട്ടി പ്രവർത്തിച്ചു നടന്നുകൊണ്ടായിരിക്കും. SFI കമ്മ്യൂണിസ്റ്റ്. പിന്നെ അതൊക്കെ വലിയ കഥകളാണ്. അതൊക്കെ പറയുകയാണെങ്കിൽ എന്റെ കഥകളിൽ വേറെ എപ്പിസോഡ് എടുക്കുന്നുണ്ട്.
അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ ജാതി മത ചിന്താഗതികളൊന്നുമില്ല. ഒരു ഇപ്പോഴത്തെ കാലത്തുള്ള ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ജാതി മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല. അതിലൊന്നും ഒരു കാര്യം ഞാൻ പണ്ടേ ഇല്ല. അമ്മ പണ്ടേ ഇല്ല, ഞങ്ങൾക്ക് ഇപ്പം ഒട്ടുമില്ല. എൻ്റെ അച്ഛൻ മുതലാകൊണ്ട് കമ്മ്യൂണിസ്റ്റ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ചിന്താഗതിയോ മതചിന്താഗതിയോ ഒന്നുമില്ല. മതചിന്താഗതിയില്ല. ഈ ആസ്ട്രോളജി അങ്ങനത്തെ സംഗതികളൊന്നും വിശ്വാസങ്ങളൊന്നുമില്ല. അന്ധവിശ്വാസം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഞാനേ ഇങ്ങനെ ഒത്തിരി ഞാൻ മറ്റേ ഹസ്ബൻഡിന്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ ഒത്തിരി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ കഥയൊക്കെ പറഞ്ഞാൽ ഒരു 5-8 എപ്പിസോഡ് വേണ്ടി വരും. അപ്പൊ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചേച്ച് എന്നോട് പറഞ്ഞു, നമുക്ക് ഒരിടത്ത് പോയി ഒന്ന് നോക്കിക്കാം. പക്ഷെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണേ. എന്നാലും ഈ കഷ്ടപ്പാട് വരുമ്പോ നമ്മൾ ചിന്തിക്കുമല്ലോ, കണ്ടുപിടിക്കാൻ നിവൃത്തിയില്ല അത് വരുമ്പോ. അപ്പൊ അവരെന്നോട് പറഞ്ഞെന്ന് പോകാന്ന്. ഇവിടത്തെ എല്ലാ സിനിമാക്കാരും പോയിട്ട്, അയാളുടെ പേര് ഞാൻ പറയണില്ല, സിനിമാക്കാരും പോയിട്ട് അയാളുടെ അടുത്ത് ചെന്നിട്ടാണ് ഡേറ്റ് എടുത്തിട്ട് സിനിമ തുടങ്ങുന്നത്. ഒന്ന് ആലോചിക്കണം. ആ സിനിമാക്കാരുടെ അടുത്ത് പോയിട്ട് സിനിമാക്കാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ അന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരത്തി ആയതുകൊണ്ടായിരുന്നു ഞാൻ പൊട്ട് തൊട്ടിട്ടില്ല ജീവിതത്തിൽ ഇന്ന് വരെ. അതായത് കുഞ്ഞിലെയൊക്കെ ഇപ്പിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഞാൻ പൊട്ട് തൊട്ടിട്ടില്ല. അന്നേരം ഞാൻ കമ്മലിട്ടിട്ടില്ല, മാല ഇട്ടിട്ടില്ല. എനിക്ക് അന്ന് സ്വർണ്ണമൊക്കെ പണയം പോയി. എനിക്ക് വേണമെങ്കിൽ ഒരു ഇമിറ്റേഷൻ മേടിച്ചിടാം. ഇപ്പോൾ ആൾക്കാരതാണല്ലോ ചെയ്യണേ. ഞാൻ ചെയ്തില്ല. ഞാൻ ചെന്നിരുന്നു. അയാൾ ഒരു പുസ്തകം ഇങ്ങനെ തുറന്നേച്ചെന്നോട് പറഞ്ഞു, വിധവയാണല്ലേ, കാരണം പൊട്ടില്ല, മാലയില്ല, കമ്മലില്ല, വിധവയാണല്ലേ. ഞാൻ പറഞ്ഞല്ല. അപ്പൊ പുള്ളിക്ക് പിന്നെ നിവൃത്തിയില്ല, എന്തെങ്കിലും പറയണമല്ലോ. വിധവയാവേണ്ട സമയം കഴിഞ്ഞു. ഭർത്താവിന് അപകടം പറ്റിയിട്ടില്ലേ? ഏതെങ്കിലും അപകടം പറ്റാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ ഈ പുസ്തകം തുറക്കുമ്പോൾ അന്നത്തെ കാലത്ത് 100 നോട്ടുകൾ അവിടെ വെച്ച് അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു എനിക്ക് ജീവിതത്തിൽ പറ്റിയിട്ടുള്ളൂ. ഞാൻ അതിലൊന്നും അല്ല, നമ്മൾ പറഞ്ഞു വന്നത് സുബിച്ചേച്ചിയുടെ പ്രണയങ്ങൾ എന്തിനാണ് പൊളിച്ചോണ്ടിരുന്നുള്ളത്. സുബി ഇങ്ങനെ ഒരു ഇന്ന് വരെ അവരോട് ചോദിച്ചറിയാം, ഇന്ന് ഒരു നല്ല പ്രണയം ഉണ്ടായിട്ടില്ല. നല്ല പ്രണയം എന്ന് വെച്ചാൽ ഇവളോട് അടുക്കാൻ ഒരുമാതിരി നല്ല ആൾക്കാർക്ക് പേടിയാവും. ഈ കൂതറകൾക്ക് എവിടെയും ചെന്ന് കയറാം. അപ്പൊ ഒരു പ്രണയങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായി വരുമ്പോഴത്തേക്കും ഞങ്ങൾ അന്വേഷിക്കുമല്ല. ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ അവൻ ശരിയല്ല, വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവന്റെ കുഴപ്പങ്ങൾ ഇത്രയുണ്ട്. അപ്പൊ വേറൊരു കുഴപ്പം പിടിച്ച ഒരു സംഗതി, നമുക്ക് ഒരു രീതിയിലും ചേരാത്തൊരു മനുഷ്യൻ. ശരി, എന്നോട് പറഞ്ഞു, എനിക്ക് അവനെ കല്യാണം കഴിക്കണം. ഞാൻ പറഞ്ഞു, നീയല്ലേ കൊണ്ടടക്കണത്. അതായത് ഇവളുടെ കൂടെ കൊണ്ടടക്കാനേ പറ്റാത്തൊരു വ്യക്തി. അവനെക്കുറിച്ച് പറയാൻ പറ്റില്ല, കാരണം അവനൊരു രോഗിയും ഇതൊക്കെയാണ്. പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, ഞാനിപ്പോൾ നിന്റെ കൂടെ കൊണ്ടടക്കാനേ പറ്റാത്തൊരു വ്യക്തിയാണ്. ശരി, നീയല്ലേ കൊണ്ടടക്കണത്, നീ കല്യാണം കഴിച്ചു. രാത്രി മുകളിലേക്ക് കയറി പോകുമ്പോൾ ഒരു സഞ്ചിക്കകത്ത് ഈ ശ്വാസമുട്ടിൻ്റെ ഇത് കുറേ മരുന്നുകൾ, എല്ലാ പാഡ് ഉൾപ്പെടെ കുറേ സാധനങ്ങൾ, ഓരോ കുപ്പി വെള്ളമൊക്കെ ആയിട്ടാണ് പോണത്. ആ ശരി, സമ്മതിച്ചു. ഞാനൊരു ഇത്തിരി ആർഗ്യുമെന്റ് ഉണ്ട്. ശരി, സമ്മതിച്ചു. ഞാൻ എപ്പോൾ അവരുടെ വീട്ടിൽ പോകണം, അവരെങ്ങോട്ട് എപ്പോൾ വരും എന്നാലോചിച്ചിട്ട് കാലത്ത് വന്ന് പറയാൻ പറഞ്ഞു. കാലത്ത് തിരിച്ചിറങ്ങി വന്നിട്ട് എന്നോട് പറയാണ്, ഞാനെന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് എൻ്റെ കക്ഷത്ത് വയ്ക്കണം, എനിക്കെങ്കിലും ചേർന്ന ആളല്ലെന്ന്. ഇതിപ്പോ ഞാൻ നിർബന്ധിച്ചു പോലെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.